കോതമംഗലം മേഖലയിൽ ഉൾപ്പെടെ അതിഥി തൊഴിലാളികളെ നാട്ടിലേക്ക് അയക്കാൻ നടപടിയായി. നാട്ടിലേക്ക് മടങ്ങേണ്ടവരുടെ പട്ടിക അധികൃതർ തയ്യാറാക്കി വരികയാണ്. ഒഡീഷയിലേക്കുള്ള ആദ്യ ട്രെയിൻ ആലുവയിൽ നിന്നും പുറപ്പെട്ടു. കോതമംഗലത്ത് നിന്ന് 100-ലേറെ പേർ ആദ്യ വണ്ടിക്ക് നാട്ടിലേക്ക് തിരിച്ചു. KSRTC ബസ്സിലാണ് തൊഴിലാളികളെ ആലുവയിൽ എത്തിച്ചത്. ലോക്ക്ഡൌണിനെ തുടർന്ന് തൊഴിലില്ലാതായ അതിഥി തൊഴിലാളികളിൽ ഒരു വിഭാഗം നാട്ടിലേക്ക് മടങ്ങണമെന്ന ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. കോതമംഗലം താലൂക്കിൽ തന്നെ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളുണ്ട്. നെല്ലിക്കുഴിയിലാണ് കൂടുതൽ പേർ. തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള സൗകര്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ട്രെയിൻ മാർഗം തൊഴിലാളികളെ നാട്ടിലേക്ക് അയക്കും. ആദ്യ ട്രെയിൻ വെള്ളിയാഴ്ച വൈകുന്നേരം ആലുവയിൽ നിന്ന് ഒഡീഷയിലേക്ക് പുറപ്പെട്ടു. ഈ ട്രെയിനിലും കോതമംഗലത്ത് നിന്നുള്ള ഏതാനും തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയിരുന്നു. ആരോഗ്യ പരിശോധന ഉൾപ്പെടെ നടത്തിയാണ് തൊഴിലാളികളെ തെരഞ്ഞെടുത്തത്. ഇവരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക വാഹനങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രെയിനുകൾ ഓടുന്നതോടെ മറ്റുള്ളവർക്കും അവസരം ലഭിക്കും. ആരും തിരക്ക് കൂട്ടേണ്ടതില്ലെന്നും എല്ലാവർക്കും അവസരം നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പല ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഓരോ ഗ്രൂപ്പും 100 പേരടങ്ങുന്ന എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഏതാണ്ട് ഒരു 150ഓളം ആളുകൾ നമ്മുടെ ഇവിടുന്ന് ഒഡീഷക്കാരായിട്ടുള്ള ആളുകൾ പോകും. അപ്പോൾ ട്രെയിൻ വണ്ടി ഒരു 5 മണിയോടുകൂടി KSRTC വരും. ആലുവയിൽ നിന്ന് ട്രെയിൻ 6 മണി. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തത്. നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമുള്ളവരുടെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. തഹസീൽദാരുടെ നേതൃത്വത്തിലാണ് നടപടികൾ. ലോക്ക്ഡൌണിന്റെ ആരംഭഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന പലരും തീരുമാനം മാറ്റിയതായും പറയുന്നുണ്ട്. ഇവിടെ തുടരാനാണ് ഒരു വിഭാഗത്തിന്റെ താല്പര്യം. ക്യാമ്പുകളിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കിയാണ് അതിഥി തൊഴിലാളികളെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. KCV ന്യൂസ്, കോതമംഗലം.